ഹലോ ഓൾ, വെരി വെൽക്കം. അന്നേരം ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റോഡ് റെഗുലേഷൻ 2017 പറ്റിയിട്ടാണ്. റോഡ് റെഗുലേഷനെ പറ്റി ഒരു സമ്മറി, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ്, കുറച്ച് പ്രീവിയസ് ഇയർ MCQ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് AMV എക്സാം. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഷനിലൂടെ. ഈ റോഡ് റെഗുലേഷൻ 2017 അല്ലെങ്കിൽ 1989 ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 1989 റോഡ് റെഗുലേഷൻ ഉണ്ടായിരുന്നു. അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് 2017 പുതിയൊരു റെഗുലേഷൻ വന്നത്. ആക്ച്വലി നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടില് സെക്ഷൻ 118 പ്രകാരം, 118 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. 118 സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1998 118 സെക്ഷൻ പ്രകാരമാണ് ഗവൺമെന്റിന് റെഗുലേഷൻസ്, കാലാകാലങ്ങളായി വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് റെഗുലേഷൻ പുതുതായിട്ട് ഇറക്കാനുള്ള ഓപ്ഷൻസും റെഗുലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നതും സെക്ഷൻ 118 ഓക്കെ. അന്നേരം ഈ വരുന്ന 2017 വന്ന റോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഏതിന്റെ റീപ്ലേസ്മെന്റ് ആണ്? 1989 വന്ന ആദ്യം 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷം ആകുമ്പോഴത്തേക്കും എന്ത് വരുന്നു? റോഡ് റെഗുലേഷൻ വരുന്നു. അതില് 118 സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗവൺമെന്റ്സിന് ഒഫീഷ്യലി ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് എന്തുണ്ടാക്കുക, റോഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാം. അന്നേരം ഈ റോഡ് റെഗുലേഷനിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും വരും. പെഡസ്ട്രിയൻസ് വരും, സൈക്കിൾ ഓട്ടിക്കുന്നവർ വരും. അങ്ങനെ റോഡ് നമ്മൾ മാത്രമല്ല, റോഡിൽ വണ്ടി ഓട്ടിക്കുന്നവർ മാത്രമല്ല റോഡ് യൂസേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ധാരണയുണ്ട്, നമ്മൾ ടാക്സ് അടച്ച് റോട്ടിൽ കൂടെ പോകുന്നു. സോ പെഡസ്ട്രിയൻസ്, റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ ഒരു തേർഡ് പേഴ്സൺ ആണ്. അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. അവരെല്ലാം റോഡ് യൂസേഴ്സ് ആയിട്ടാണ് റോഡ് റെഗുലേഷൻസിൽ പറഞ്ഞേക്കുന്നത്. ഈ 2017 റോഡ് റെഗുലേഷനിൽ ഏകദേശം 40ഓളം റെഗുലേഷൻസ് എന്ന് വെച്ചാൽ 40 റൂൾസ് ആയിട്ട് അല്ലെങ്കിൽ 40 റെഗുലേഷൻസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അത് ഡ്രൈവിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ പെഡസ്ട്രിയൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മളൊരു ട്രാഫിക് ജംഗ്ഷനിലോട്ട് കയറുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, നമുക്ക് പ്രിഫറൻസ്, നമ്മൾ റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളൊരു ഫയർഫോഴ്സിന്റെ വണ്ടി വന്നു, പോലീസിന്റെ വണ്ടി എമർജൻസിയിൽ വന്നു, ആംബുലൻസ് വന്നു, ഏതിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു വിശദമായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റോഡ് റെഗുലേഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലേണേഴ്സ് എടുക്കുന്ന ഏതൊരു ആളും പഠിക്കേണ്ടത് ഡ്രൈവിംഗ് റെഗുലേഷൻ ആണ്. ഡ്രൈവിംഗ് റെഗുലേഷനിലെ ക്വസ്റ്റ്യൻ ആണ് ഭൂരിഭാഗവും ലേണേഴ്സ് എക്സാമിനും ചോദിക്കുന്നത്. ഓക്കെ, ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ജൂൺ 23 2017 നമ്മൾ റോഡ് റെഗുലേഷൻ 2017 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത്. റോഡ് റെഗുലേഷൻസ് 1 മുതൽ 40 വരെ നോക്കുമ്പോൾ ഒരു സമ്മറിയാണത്. 1 മുതൽ 3 വരെയുള്ള റെഗുലേഷൻസ് ഡീൽ ചെയ്യുന്നത് ആക്ച്വലി ബേസിക് ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ്. ഡ്രൈവറും റോഡ് യൂസേഴ്സും പാലിക്കേണ്ട ബേസിക് ഡ്യൂട്ടീസ്, റോഡ് യൂസിനെ പറ്റിയിട്ട്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഡ്രൈവറിന്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട്, പിന്നെ കുറച്ച് ഡെഫിനിഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ 1 to 3 നോക്കുന്നുണ്ട്. 4 മുതൽ 8 വരെയുള്ള റെഗുലേഷൻസിൽ ലൈൻ ഡിസിപ്ലിൻ, നമ്മൾ 3 ലൈൻ അല്ലെ 2 ലൈനിൽ പോകുമ്പോൾ അല്ലെ സിംഗിൾ ലൈനിൽ പോകുമ്പോൾ, പിന്നെ ടേണിങ് എടുക്കുന്നതിനെ പറ്റി, റോഡ് ഇന്റർസെക്ഷനിലോട്ട്, നമ്മളൊരു മെയിൻ റോഡിലോട്ട് പോക്കറ്റ് റോഡുകളിൽ നിന്ന് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് പ്രയോറിറ്റൈസേഷൻ, ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 4 മുതൽ 8 വരെ പറയുന്നത്. 9 to 14 പറയുന്നത് സിഗ്നലിങ്ങിനെ പറ്റിയും, നമ്മൾ പിന്നെ സിഗ്നൽസിനെ പറ്റിയും ട്രാഫിക് കൺട്രോളിനെ പറ്റിയിട്ടുമാണ്. നമ്മളെ ലൈറ്റുകളെ പറ്റി, റെഡ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ്, പിന്നെ നമ്മുടെ യെല്ലോ ലൈറ്റ്, ഓക്കെ, റെഡ് ലൈറ്റ് അല്ല, അതിനെ ആംബർ കളർ എന്ന് പറയാറുണ്ട്. ഓക്കെ, അന്നേരം ഇനി 15 to 20 ആണെങ്കിൽ മെർജിങ്ങിനെ പറ്റി, സ്പീഡ്, ഓരോരോ സ്പീഡ് ലിമിറ്റുകൾ,
എത്ര സ്പീഡ് ഓരോരോ എന്താ 3 ലൈൻ ട്രാഫിക്കിൽ 2 ലൈൻ ട്രാഫിക്കിൽ എന്തുമാത്രം സ്പീഡ് നമുക്ക് എടുക്കാം, സ്റ്റോപ്പിങ്ങിനെ പറ്റിയിട്ട് നമ്മളൊരു വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്പെഷ്യൽ സോൺസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂൾ സോൺസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില അടുത്ത് പോകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള സോണുകളെ പറ്റിയിട്ട്, ഹോസ്പിറ്റൽ സോൺസ് ഉണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് സെക്ഷൻ 15 മുതൽ 20 വരെ നോക്കുന്നത്. ഇനി 21 മുതൽ 30 വരെ ഹോണിന്റെ യൂസുകളെ പറ്റി, എമർജൻസീസിനെ പറ്റി, ആക്സിഡന്റ് പ്രോട്ടോകോൾസിനെ പറ്റി, ലൈറ്റ്, ഡിം ലൈറ്റ്, നമ്മൾ വണ്ടി ഓട്ടിക്കുമ്പോൾ ഡിം ലൈറ്റ് എപ്പോൾ ഇടണം, പാർക്ക് ലൈറ്റ് ഇടേണ്ട സിറ്റുവേഷൻസ്, ഹസാർഡ് ലൈറ്റ് ഇടേണ്ട സിറ്റുവേഷൻസ്, ഇനി ഫോഗ് ലൈറ്റ് ഇടേണ്ട സിറ്റുവേഷൻസ്, ഡിം ചെയ്യേണ്ടത്, മെയിൻ ബീം ഡിം ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സെക്ഷൻ 21 മുതൽ 30 വരെയാണ് ഡീൽ ചെയ്യുന്നത്. ലാസ്റ്റ് 31 to 40 സ്പെഷ്യൽ റൂളിനെ പറ്റി, ഫോർ എക്സാമ്പിൾ ലൈൻ സ്പ്ലിറ്റിംഗ്, കാർഗോ, അങ്ങനെ ഡോക്യുമെന്റ്സ്, കുറച്ച് നോളജ്, കുറച്ച് സെക്ഷൻസിനെ പറ്റിയിട്ടുള്ള നോളജും കാര്യങ്ങളും ഒക്കെയാണ് സെക്ഷൻ 31 മുതൽ 40 വരെ ഡീൽ ചെയ്യുന്നത്. മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ, ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 40ഓളം റെഗുലേഷൻസ് എന്താണ്, അതിൻ്റെ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ, അതിനെപ്പറ്റി ചെറിയ ബ്രീഫിംഗ് ആണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ, എന്താണ് റെഗുലേഷൻ, എന്താണ് ഏത് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നത്, എന്നാണ് ഗസറ്റിൽ വന്നത്, അങ്ങനെയുള്ള ചെറിയ ഈ റെഗുലേഷനെ പറ്റിയിട്ടുള്ള ചെറിയ ഡെഫിനിഷൻ, ഇത് എന്നാണ് പബ്ലിഷ് ചെയ്തത്. നമുക്കറിയാം 23 ജൂൺ 2017 ആണ് ഗസറ്റ് പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡിലാണ് കുറച്ച് ഡെഫിനിഷൻസ് വരുന്നത്. എന്താണ് ആക്ട്, എന്താണ് ക്യാരേജ്, എന്താണ് കൺസ്ട്രക്ഷൻ സോൺ, എന്താണ് ഹെവി വെഹിക്കിൾസ്, ഇന്റർസെക്ഷൻ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, എന്താണ് റൈറ്റ് ഓഫ് വേ, എന്താണ് റൈഡേഴ്സ്, എന്താണ് റോഡ് യൂസേഴ്സ്. റോഡ് യൂസേഴ്സ് എല്ലാവർക്കും വളരെ ഇതുള്ളൊരു കാര്യം. റോഡ് യൂസേഴ്സ് എന്ന് വെച്ചാൽ ആരൊക്കെ വരും? റോഡ് യൂസ് എന്ന് വെച്ചാൽ ഏത് പേഴ്സൺ ആണോ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്, അത് ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, അവർ റോഡ് യൂസേഴ്സ് ആണ്. അല്ലെങ്കിൽ റോഡിൽ നമ്മൾ പെഡസ്ട്രിയൻസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും എന്താണ്, റോഡ് യൂസേഴ്സ് ആണ്. അതിൽ ആനിമൽസോ കാര്യങ്ങളോ ഇതിപ്പെടത്തില്ല. ഡെഫിനിഷൻ പ്രകാരം, റെഗുലേഷനിലെ ഡെഫിനിഷൻ പ്രകാരം നോ ആനിമൽസ് ഈസ് കൺസിഡേർഡ് ആസ് റോഡ് യൂസേഴ്സ്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്താണ് സ്റ്റോപ്പിംഗ്, എന്താണ് സ്റ്റേറ്റ് ഹൈവേ, എന്താണ് നാഷണൽ ഹൈവേ, ട്രാഫിക് എന്താണ്, ട്രാഫിക് ഐലൻഡ് എന്താണ്, ഇങ്ങനെയുള്ള കുറേ ഡെഫിനിഷൻ, ഒരു 10-21ഓളം ഡെഫിനിഷൻസ് അടങ്ങുന്ന വെച്ചാൽ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഈ ഡെഫിനിഷനിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഈ ലേണേഴ്സ് ലൈസൻസിന് ചോദിക്കാറുണ്ട്. ഓക്കെ, സെക്കൻഡ് കഴിഞ്ഞ തേർഡ് വൺ എന്ന് പറഞ്ഞത് ഡ്യൂട്ടി ടുവേർഡ്സ് ദ അതർ റോഡ് യൂസേഴ്സ് ആൻഡ് ദ ജനറൽ പബ്ലിക്. ജനറൽ പബ്ലിക് ഏതൊക്കെയാണ്? റോഡ് യൂസേഴ്സും ജനറൽ പബ്ലിക്കും നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് റൂളുകൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ എവിടെ എങ്ങനെ ഏത്, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് വണ്ടി ഇടിച്ച് കയറല ഡേഞ്ചറസ് ആയിട്ട്. നമ്മൾ അത് കണക്ക് പെഡസ്ട്രിയൻ പോകുന്ന പാത്തിലൂടെ വണ്ടി ഇടിച്ചുകൊണ്ട് പോകരുത്. അങ്ങനെ ഇനി വണ്ടി പോകുന്നതിൻ്റെ ഇടയിലോട്ട് റോഡ് യൂസേഴ്സ് കയറാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ, സ്റ്റോപ്പിങ്ങും പാർക്കിങ്ങിനെയും പറ്റിയും അങ്ങനെയുള്ള അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി വണ്ടി പാർക്ക് ചെയ്ത് ട്രാഫിക് ഐലൻഡിൽ പാർക്കില്ല, അങ്ങനെയുള്ള ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് റെഗുലേഷൻ 3 പറയുന്നത്. 4 നോക്കുകയാണെങ്കിൽ യൂസ് ഓഫ് റോഡ് ബൈ ദ വെഹിക്കിൾസ്. യൂസ് ഓഫ് റോഡ് വെച്ചാൽ നമ്മൾ വെഹിക്കിൾസ് വെച്ച് എങ്ങനെയാണ് റോഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അന്നേരം ഹെവി വെഹിക്കിൾസിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, വൺ വേ കാണാം, അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. സേഫ് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം, വൺ വേയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കാരേജ് വേ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ നമ്പർ 4 റെഗുലേഷനിൽ ഡീൽ ചെയ്യുന്നത്. 5 നോക്കുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്യൂട്ടീസ് ഓഫ് എ ഡ്രൈവർ ആൻഡ് റൈഡർ. ഒരു റൈഡറും ഒരു ബൈക്ക് റൈഡ് ചെയ്യുന്ന ആളും ഒരു ഡ്രൈവറും വ്യക്തമായിട്ട് അറിയേണ്ട കുറച്ച് ഡ്യൂട്ടികൾ, അവരുടെ ജോലിയാണ്. ഇത് അറിഞ്ഞുകൂടെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ബൈക്കിൽ പോകുന്നവർ പ്രൊട്ടക്റ്റീവ് വെയർ, വെയർ പ്രൊട്ടക്ട്, ഹെഡ് ഗിയർ ഹെഡ് ഗിയർ വെച്ചാൽ നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ നമ്മൾ മൂവിങ് വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കണ്ട് നമ്മൾ വണ്ടി ഓട്ടിക്കാൻ പാടില്ല. എക്സെപ്റ്റ് എന്താണ്, നാവിഗേഷൻ സ്ക്രീൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അന്നേരം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഇതിലാണ്. പിന്നെ 6th ലൈൻ ട്രാഫിക്കിനെ പറ്റി പറയുന്നത്. ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ലൈൻ, ബ്രേക്കിംഗ് ലൈൻ, സോളിഡ് ലൈൻസിന്റെ വൈറ്റ് കളർ കാണും, 2 വൈറ്റ് കളർ കാണാം, യെല്ലോ കളർ കാണാം, സോളിഡ് യെല്ലോ കാണാം, സോളിഡ് ഡബിൾ യെല്ലോസ് കാണാം. അന്നേരം ഇതൊക്കെ വളരെ ബ്രോക്കൺ ലൈൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഓവർടേക്ക് ചെയ്യാനായിട്ട്, അത് ക്രോസ് ചെയ്യാനുള്ള അനുമതിയുള്ളൂ റെഗുലേഷൻ പ്രകാരം. ഓക്കെ, സോളിഡ് ലൈൻ വൈറ്റ് ആയിക്കോട്ടെ യെല്ലോ ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും അത് ക്രോസ് ചെയ്യാൻ പാടുള്ളതല്ല. ഈ റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ആദ്യമായിട്ട് നമുക്ക് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു വണ്ടി ഒരു കയറ്റം കയറി വരുന്നത് ആർക്കാണ് പ്രയോറിറ്റി, ആരാണ് ഒതുക്കി കൊടുക്കേണ്ടത്, മറ്റവര് നമ്മൾ കൊടുക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് ലോഫുൾ പ്രകാരം ആർക്കാണ്, നമ്മൾ അങ്ങനെ പാലിക്കുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. റോഡ് യൂസേഴ്സിനും അതർ വെഹിക്കിൾസിനും പിന്നെ അതിൻ്റെ ഡയറക്ഷനും സ്പീഡും, ഇനി എന്തെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷനോ കൊളിഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രയോറിറ്റി ആർക്കാണ്, അതാണ് റൈറ്റ് ഓഫ് വേ പറയുക. ഇതിലാണ് സ്റ്റോപ്പ് സൈനും ഗിവ് എവേ എന്ന് 2 ടേമുകൾ ഡിഫൈൻ ചെയ്യുന്നത്. സ്റ്റോപ്പ്, നമ്മൾ റോഡിൽ സ്റ്റോപ്പ് എന്ത് സൈൻസ് കാണിട്ടുണ്ടാവും, ചിലയിടത്ത് സ്റ്റോപ്പ് സൈനും കാണും, റോഡിൽ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ഒരു ലൈനും കാണും. അന്നേരം ആ ലൈൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലൈനിന് മുമ്പായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇനി ആ ക്രോസിംഗ് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് എഴുതിയേക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യം. എന്നിട്ട് ഗിവ് വേ കൊടുക്കണം. ഗിവ് വേ ആർക്കാണ്, പെഡസ്ട്രിയൻസിനായിരിക്കും മിക്കവാറും ഗിവ് വേ കൊടുക്കേണ്ടത്. അന്നേരം പെഡസ്ട്രിയൻസും ഡ്രൈവേഴ്സും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പ്, ഗിവ് എവേ, ഗിവ് വേയും റൈറ്റ് ഓഫ് വേയും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് 7ലാണ്. 8ല് യു ടേണിനെ പറ്റിയും ലെഫ്റ്റ് ടേണിനെ പറ്റിയും റൈറ്റ് ടേൺ എടുക്കുന്നത്, ഇത് ഓരോ ടേണിങ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു 6-7 പോയിന്റുകൾ വളരെ വ്യക്തമായിട്ട് റെഗുലേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 9ാമത്തതിൽ പറയുന്നത് ഇന്റർസെക്ഷനിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ റോഡും ചെറിയ റോഡുകൾ അല്ലെങ്കിൽ ചെറിയ റോഡുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആർക്കാണ് പ്രയോറിറ്റി, എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അത് കണക്ക് യു ടേൺ എടുക്കുമ്പോൾ ഉള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി പ്രിക്കോഷൻ ടു ബി ടേക്കൺ അറ്റ് റൗണ്ട് അബൌട്ട്, റെഗുലേഷൻ നമ്പർ 10 ആണ്. റൗണ്ട് അബൌട്ട് എന്ന് വെച്ചാൽ റൗണ്ട് അബൌട്ടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയൊക്കെ റൗണ്ട് അബൌട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ലീവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയണം. ഇനി 11th ഇൻഡിക്കേഷൻ ഓഫ് സൈൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് സിഗ്നൽസ് ഇല്ലേ, ഹാൻഡ് സിഗ്നൽസിനെ പറ്റിയിട്ടാണ് ഈ റെഗുലേഷൻ നമ്പർ 11 പറയുന്നത്. നമുക്ക് 4 തരം ഹാൻഡ് സിഗ്നൽസ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതൊക്കെയാ? സ്റ്റോപ്പ് ചെയ്യാനുള്ള ഹാൻഡ് സിഗ്നൽ, ദെൻ റൈറ്റിലോട്ട് തിരിയാനുള്ള ഹാൻഡ് സിഗ്നൽ, പിന്നെ ലെഫ്റ്റിലോട്ട് തിരിയാനുള്ള ഹാൻഡ് സിഗ്നൽ, പിന്നെ നമ്മൾ ഓവർടേക്കിംഗ് അലോ ചെയ്യുന്നതിന് ആൾക്കാർക്ക് കാണുക, അതെല്ലാവർക്കും അറിയായിരിക്കും. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമ്മൾ പാരലി വീശുന്നതാണ് അതെന്ന് പറയുന്നത്. സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എൽബോ മടക്കി 90 ഡിഗ്രിയിൽ വെക്കുന്നതാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് 11th വൺ. ഇനി 12th വൺ നോക്കുവാണെങ്കിൽ ട്രാഫിക് കൺട്രോൾ സിഗ്നൽസ് ആണ്. ട്രാഫിക് കൺട്രോൾ സിഗ്നൽസ് എന്ന് വെച്ചാൽ നമുക്കറിയാം 3 തരം ലൈറ്റ് ആണ് നമുക്കുള്ളത്. നമ്മളെപ്പോഴും ഇവിടെ റെഡ്, ഗ്രീൻ, യെല്ലോ എന്ന് പറയും. യെല്ലോ അല്ല, അത് ആംബർ ആണ്, ആംബർ കളറാണ്. അന്നേരം ഈ 3 ലൈറ്റും കിടക്കുമ്പോഴുണ്ടാവുന്നത്, ഇപ്പം സ്റ്റോപ്പ് റെഡ് സിഗ്നൽ കിടക്കുന്നു, അന്നേരം റെഡ് സിഗ്നൽ കിടക്കുമ്പോൾ ആർക്കാണ് റെഡ് സിഗ്നൽ, അന്നേരം ആ സമയത്ത് പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ആംബർ കത്തുമ്പോഴുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് റെഗുലേഷൻ നമ്പർ 12 കേട്ടോ. 13ാമത്തെ റെഗുലേഷൻസ് പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ട്രാഫിക് കൺട്രോൾ. മാനുവൽ ട്രാഫിക് കൺട്രോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പം വളരെ സുപരിചിതമായിട്ട് പലയിടത്തും യൂണിഫോമിലുള്ള ഒരു പോലീസുകാരൻ നമുക്ക് ചിലപ്പോൾ ട്രാഫിക് കൺട്രോളിന് വേണ്ടിയിട്ട് വരാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചില കേസുകൾ ട്രാഫിക് ഐലൻഡുകളിൽ തന്നെ ട്രാഫിക് ലൈറ്റുകൾ എന്തെങ്കിലും മാൽ ഫങ്ഷൻ ആവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം. ഇനി അത് ട്രാഫിക് ലൈറ്റ് ഇല്ലാത്ത ഇതിലോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു മാനുവൽ ട്രാഫിക്
കൺട്രോൾ ഓഫീസർ, ഒരു യൂണിഫോമിലുള്ള ഓഫീസർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു റെഗുലേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. 14th ഓവർടേക്കിങ്ങിനെ പറ്റി പറയുന്നത്. ഒരു ഓവർടേക്ക് എന്താണെന്നും എപ്പോഴൊക്കെ ഓവർടേക്ക് ചെയ്യുക, എപ്പോഴൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഓവർടേക്കിംഗ് പ്രോഹിബിറ്റ് ചെയ്ത സിമ്പൽ കാണാം, അന്നേരം അവിടെ എന്തായാലും നമ്മൾ ഓവർടേക്ക് ചെയ്യരുത്. ഒരു കുത്തനെയുള്ള കർവോ ഒരു അങ്ങനെയുള്ള ബെൻഡോ വരുന്നിടത്ത് നമ്മൾ എന്തായാലും ഓവർടേക്ക് ചെയ്യുക. ക്ലിയർ വിഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ പറ്റി ക്ലിയർ വിഷൻ ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഈ കണ്ടിന്യൂസ് സിംഗിൾ ലൈനോ ഡബിൾ ലൈനോ ഉള്ളിടത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നാരോ ആയിട്ടുള്ള റോഡിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. സ്കൂൾ സോണോ ഹോസ്പിറ്റൽ സോണോ കൺസ്ട്രക്ഷൻ സോണോ അങ്ങനെ എന്തെങ്കിലും ബോർഡുകൾ ഉണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇനി ജംഗ്ഷനിൽ, ഇന്റർസെക്ഷൻസിൽ, പെഡസ്ട്രിയൽ ക്രോസിങ്സിൽ അവിടെ ഒന്നും ഓവർടേക്കിംഗ് പാടില്ല. അങ്ങനെ ഓവർടേക്കിംഗ് എവിടെയൊക്കെ പറ്റും പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങൾ പറ്റിയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 15 നോക്കണം, മെർജ് ഇൻ ട്രാഫിക്. മെർജ് ഇൻ ട്രാഫിക് എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് നാഷണൽ ഹൈവേ NH-ഉം സ്റ്റേറ്റ് ഹൈവേസ് SH-ഉം തമ്മിൽ യുണൈറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ റൈറ്റ് ഓഫ് വേ ആർക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മെർജിങ്ങിൽ പറയുന്നത്. ഇനി ചെറിയ റോഡ്, സ്റ്റേറ്റ് ഹൈവേയിലോട്ട് ചെറിയ പോക്കറ്റ് റോഡുകൾ കയറുമ്പോഴുള്ള മെർജിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി 16th സ്പീഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്ര സ്പീഡ് സിഗ്നൽസിൽ, അങ്ങനെയുള്ള ടൗണുകളിൽ എത്ര സ്പീഡുകൾ നമ്മൾ പാലിക്കണം. ഒരു ഹോസ്പിറ്റൽ സോണിൽ അല്ലെ സ്കൂൾ സോണിൽ ഹോസ്പിറ്റൽ സോണിൽ എത്ര സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ലെന്ന് അറിയാമോ? ഈ കൺസ്ട്രക്ഷൻ സോണിലൊക്കെ 25 km/h ആണ് സ്പീഡ് എന്ന് പറഞ്ഞത്. സ്കൂൾ സോൺ, ഹോസ്പിറ്റൽ സോൺ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സോണിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡീപ്ലി നമ്മൾ ഓരോ റെഗുലേഷനെ പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. 17 കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ്. സേഫ് ഡിസ്റ്റൻസിനെ പറ്റി പറയുന്നത്, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സേഫ് ഡിസ്റ്റൻസിനെ പറ്റി പറയുന്നത്, എത്ര ഡിസ്റ്റൻസ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, റെയിൻഫാളോ സ്നോഫാളോ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് കൂട്ടണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. 18 നമ്മൾ റെസ്ട്രിക്ഷൻ ഓൺ ഡ്രൈവിംഗ് ബാക്ക്വേർഡ് എന്ന് വെച്ചാൽ റിവേഴ്സ് എടുക്കുന്ന റെസ്ട്രിക്ഷനെ പറ്റി പറയുന്നത്. വെച്ചാൽ പബ്ലിക് റോഡിൽ നടുക്കൂടെ നമ്മൾ റിവേഴ്സ് എടുക്കാൻ പാടില്ല, വൺ വേയിൽ എടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 18th റെഗുലേഷനിൽ പറയുന്നുണ്ട്. ഇനി ലെവൽ ക്രോസിങ്ങിനെ പറ്റിയിട്ട്, ലെവൽ ക്രോസിംഗ് നമുക്ക് റെയിൽ ക്രോസിംഗ്, ചിലയിടത്ത് റെയിൽവേ ക്രോസിംഗ് ഇല്ലാത്തടത്തുണ്ട്. അന്നേരം അവിടെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അവിടെ റെയിൽവേ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, ലെഫ്റ്റ് ചേർത്ത് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേസമയം ബസ്സോ ഗുഡ്സ് വെഹിക്കിൾസോ അങ്ങനെയുള്ള ട്രോളീസോ അങ്ങനെ എന്തെങ്കിലും ലേബറിനെ കൊണ്ടുപോകുന്ന വെഹിക്കിൾസോ അങ്ങനെയുള്ളതൊക്കെ ലെവൽ ക്രോസ് ഇല്ല, അൺമാൻഡ് ലെവൽ ക്രോസിൽ വരികയാണെങ്കിൽ അൺമാൻഡ് ആയിട്ടുള്ള ലെവൽ ക്രോസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇനി ഒരു ടണലിൽ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് റെഗുലേഷൻ 20 ഡിസ്കസ് ചെയ്യുന്നത്. ടണൽസിൽ നമ്മൾ എപ്പോഴും ഡിപ്ഡ് ലൈറ്റ് യൂസ് ചെയ്തേ പോകാൻ പാടുള്ളൂ, ഒരിക്കലും ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അതേ കണക്ക് തന്നെ നമ്മൾ ഓവർടേക്കിങ്ങോ യു ടേണോ എടുക്കാൻ പാടില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഒരു മിനിമം നമ്മളൊരു 20 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും പാലിക്കണം ഒരു വണ്ടിയിൽ നിന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 21 നമ്മൾ വെഹിക്കിൾ ഗോയിങ് അപ് ഹിൽ ടു ബി ഗിവൺ പ്രൊസീഡിങ്സ് എന്ന് കൊടുത്തേക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളൊരു കയറ്റം കയറി വരുന്ന വണ്ടിക്ക്, കയറ്റം ഇറങ്ങുന്ന വണ്ടിയും വരുവാണെങ്കിൽ കയറ്റം കയറുന്ന വണ്ടിക്കാണ് പ്രയോറിറ്റി. കയറ്റം ഇറങ്ങി വരുന്ന വണ്ടി ലെഫ്റ്റ് വണ്ടി ഒതുക്കിയതിന് ശേഷം അപ് ഹിൽ ചെയ്യുന്ന വണ്ടിക്ക് പ്രൊസീഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. എന്നിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഫസ്റ്റ് പാസ് ചെയ്യാനുള്ള അപ് ഹിൽ ചെയ്യുന്ന വണ്ടിക്കാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് റൂൾ പ്രകാരം. ഇനി 22 സ്റ്റോപ്പിംഗ് ആൻഡ് പാർക്കിങ്ങിനെ പറ്റി പറയുന്നത്. ഇപ്പൊ എന്താണ് സ്റ്റോപ്പിംഗ്, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. സ്റ്റോപ്പ് സിമ്പിൾ കാണുന്ന ഗീവ് അവേ പറ്റിയും പറയുന്നത്. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ, പാർക്ക് ചെയ്യുന്നതിനെ പറ്റി, സ്റ്റോപ്പിങ്ങും പാർക്കിങ്ങും, നോ പാർക്കിംഗ് സിമ്പിൾ, അങ്ങനെയുള്ള എത്ര ഡ്യൂറേഷൻ വരെ നമുക്ക് പാർക്ക് ചെയ്യാം. 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് കൂടുതൽ നമ്മൾ ഒരിടത്ത് നിർത്തി കഴിഞ്ഞാൽ അതിനൊരു പാർക്കിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. സോ 23 റെഗുലേഷൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് ഹോൺസ് ആൻഡ് സൈലൻ സോൺസ്. അന്നേരം നമ്മൾ എപ്പോഴും അൺനെസസറി ആയിട്ട് ഹോൺ അടിക്കൽ എന്ന റെഗുലേഷൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹോൺ അടിക്കേണ്ടതെന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവുകയോ അത് സ്വയമേ ഉണ്ടാവുകയോ വേറൊരാൾക്ക് ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഹോൺ അടിക്കണം. പിന്നെ മാൻഡേറ്ററി ആയിട്ട് ഹോൺ അടിക്കണം എന്ന് പറയുന്ന സ്ഥലങ്ങൾ, വളവുകളിൽ ഹോൺ അടിച്ചിട്ട് തന്നെ തിരിയണമെന്ന് പറയുന്നിടത്ത് നമ്മൾ ഹോൺ അടിക്കുക.
ഹോൺ അടിക്കണ്ട എന്ന് പറയുന്ന സൈലൻസ് സോണുകളിൽ ഹോൺ അടിക്കാനേ പാടില്ല. ഫോർ എക്സാമ്പിൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ പോയി കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ലോങ്ങർ ഹോൺ അടിച്ച് ആ, അവിടെ ആ, അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയൊക്കെ ഇത് റെഗുലേഷനിൽ പറയുന്നുണ്ട്. സൈലൻസ് സോണുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അന്നേരം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സോസ്റ്റിൽ എന്തെങ്കിലും സൈലൻസർ എന്തെങ്കിലും കട്ടിങ്ങോ കാര്യങ്ങളോ ചെയ്ത് വലിയ സൗണ്ട് ഉണ്ടാക്കി പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് റെഗുലേഷൻ 23-ലാണ്. ഇനി മാൻഡേറ്ററി ഓർഡേഴ്സ് എന്ന് പറയുന്നത് യൂണിഫോമിലുള്ള പോലീസുകാരൻ എന്തെങ്കിലും ഡയറക്റ്റ് വേണം സ്റ്റോപ്പ് ചെയ്യാൻ, നിങ്ങളുടെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യണം, ഇല്ല റെഡ് ലൈറ്റ് കാണിക്കുകയാണ് അല്ലെങ്കിൽ സിമ്പിൾ കാണിക്കുകയാണ്, ഇങ്ങനെയുള്ള കേസുകൾ, അങ്ങനെയുള്ള സിറ്റുവേഷനെ പറ്റികൾ ഒബേ ചെയ്യേണ്ട സിഗ്നൽസ് അല്ലെ ടൈം ബൗണ്ടഡ് ആയിട്ട് പോലീസ് ഓഫീസേഴ്സ് പറയുന്ന കാര്യങ്ങൾ ടൗൺ ബൗണ്ടഡ് ആയിട്ട് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പാലിക്കുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ റോഡ് സൈൻസ്, മാർക്കിങ്സ്, ട്രാഫിക് ലൈറ്റ് സിഗ്നൽസ്, അന്നേരം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അത് പാലിക്കുക. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് മാൻഡേറ്ററി ഓർഡേഴ്സിൽ പറയുന്നത്. ഇനി പാസിങ് അലോങ് ദ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ അടുത്തൂടെയോ അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ, ഒരു ജാഥ വരികയാണ്, പോലീസിൻ്റെ മാർച്ച് പാസ് വരികയാണ്, അല്ലെ മാസ്സായിട്ട് ആനിമൽസ് ക്രോസ് ചെയ്യുകയാണ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളാണ്. സ്ലോ ആയിട്ട് പോവുക, കോഷണറി ആയിട്ട് ക്രോസ് ചെയ്യുക. ഇപ്പോൾ അലോങ് ദ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അതിനെ അലോ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി മൂവ് ചെയ്യിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 25-ൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 26 ആണെങ്കിൽ ബാർ ഓൺ ട്രാഫിക് ഇമ്പാർട്ട്മെന്റ്. അത് എന്ന് പറഞ്ഞാൽ ഗതാഗത സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ റോഡിലോട്ട് കയറിയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് എന്തെങ്കിലും കാര്യങ്ങൾ, അഡ്വർടൈസ്മെന്റ്സ്, വെഹിക്കിളിൽ അൺനെസസറി ആയിട്ട് അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഇതെല്ലാം പറയുന്നത് 26-ലാണ്. 27 നോക്കുകയാണെങ്കിൽ വെഹിക്കിൾ ഡെസിഗ്നേറ്റഡ് ഫോർ എമർജൻസി ഡ്യൂട്ടീസ്. ഓക്കെ, എമർജൻസി ഡ്യൂട്ടീസിന് ഡെസിഗ്നേറ്റ് ചെയ്ത വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നേരം അതിൻ്റെ പ്രയോറിറ്റി, അന്നേരം അതിന് മാത്രമായിട്ട് കൊടുത്തേക്കുന്ന കുറച്ച് കൺസിഡറേഷൻസ്, ഇതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. പ്രയോറിറ്റി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഫയർ സർവീസ് വെഹിക്കിൾസിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞ് ആംബുലൻസിനുള്ളൂ. തേർഡ് പ്രയോറിറ്റിയാണ് പോലീസ് സർവീസ് വെഹിക്കിൾസ്. അതിൻ്റെ 4ാമത്തെ ഡെസിഗ്നേഷനാണ് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് എമർജൻസി മാനേജ്മെന്റ് വെഹിക്കിൾസോ അത് കണക്ക് വാട്ടർ സപ്ലൈ, പവർ സപ്ലൈ, അങ്ങനെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിനാണ് 4ാമത്തെ ഇത് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയുള്ള എമർജൻസി വെഹിക്കിൾസ് എമർജൻസി ആയിട്ട് മൾട്ടി കളർഡ് ലൈറ്റ് ഇട്ട് ഫ്ലാഷ് ചെയ്ത് വരികയാണെങ്കിൽ, ഇതിനെല്ലാം മൾട്ടി കളർ ലൈറ്റ് ഇട്ട് ഫ്ലാഷ് ചെയ്യുമ്പോഴാണ് ഈ പ്രയോറിറ്റി കൊടുക്കുന്നത്. നോർമൽ കേസിൽ പോകുമ്പോൾ ഈ ഒരു പ്രയോറിറ്റി ഇല്ല. അതിന് റൈറ്റ് ഓഫ് വേ കൊടുക്കുക, നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെ പ്രൊസീഡ് ചെയ്യാൻ അനുവദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് വേറെ അങ്ങനെയുള്ള പല കാര്യങ്ങളും. അവർക്ക് റെഡ് ലൈൻ ക്രോസ്, ഈ ലൈറ്റ് ഇട്ട് വരുമ്പോൾ നോ എൻട്രിയിലോട്ട് എൻട്രി ചെയ്യാനും, റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യാനും, സ്പീഡ് ലിമിറ്റ് ബ്രേക്ക് ചെയ്യാനും, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും അങ്ങനെയുള്ള എമർജൻസി കണ്ടീഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 27-ലാണ് പറയുന്നത്. 28 റെഗുലേഷൻ നോക്കുവാണെങ്കിൽ വെഹിക്കിൾ ബ്രേക്ക് ഡൗണിനെ പറ്റി, നമ്മുടെ വഴിയരികിൽ അല്ലെങ്കിൽ ഹൈവേസിൽ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ. നമ്മളൊരു 50 മീറ്റർ വെഹിക്കിൾ ഇതിന് ബ്രേക്ക് ഡൗൺ ആവുന്നതിൻ്റെ 50 മീറ്റർ മുമ്പായിട്ട് നമ്മൾ മറ്റേ ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി 29-ാമത്തെ റെഗുലേഷൻ നോക്കുകയാണെങ്കിൽ ആക്ഷൻ ഇൻ കേസ് ഓഫ് വെഹിക്കുലർ ആക്സിഡൻറ്റിൻ്റെ കേസിൽ ഡ്രൈവർ പാലിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അന്നേരം അത് ഡ്രൈവർ ആക്സിഡൻറ്റ് സംഭവിച്ച അയാൾ കോൺഷ്യസ് ആണെങ്കിൽ പുള്ളി മൈനർ ആക്സിഡൻ്റ് ആണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, മേജർ ആക്സിഡൻ്റ് ആണെങ്കിൽ എന്തെല്ലാം നോക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത്, അതേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്, പോലീസ് അതോറിറ്റി ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോൾ റിപ്പോർട്ട് ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ടോയിങ് ഓഫ് വെഹിക്കിൾ. അന്നേരം ടോയിങ് ഓഫ് വെഹിക്കിൾ പറയുമ്പോൾ നമ്മൾ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ ടോ ചെയ്ത് കൊണ്ടുപോകുന്നത്. അന്നേരം അത് ആദ്യം തന്നെ പറയാം, 2 വീലേഴ്സ് ടോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടോ ചെയ്യുന്ന വെഹിക്കിൾ മാക്സിമം 25 km/h സ്പീഡിലേ പോകാവുള്ളൂ. ഇത് ഈ ടോയിങ് വെഹിക്കിൾസ് തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് 5 മീറ്റർ, എപ്പോഴും മാക്സിമം 5 മീറ്ററേ പാടുള്ളൂ. ഓൺ ടോ എന്ന് പറഞ്ഞിട്ട്, TOW എന്ന് പറഞ്ഞ
10 സെൻറ്റിമീറ്റർ ഹൈറ്റും 2 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഇതായിട്ട് ലെറ്റേഴ്സ് ആയിട്ട് അതിൽ ഡിസ്പ്ലേ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ടോയിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ, പിന്നെ ഹസാഡസ് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് വേണം ഇത് പോകാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 13th 31st നോക്കുകയാണെങ്കിൽ വെഹിക്കിൾ ലൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അനാവശ്യമായിട്ട് നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ഇടല്, ഡിം ലൈറ്റ് തന്നെ യൂസ് ചെയ്യണം. ഫോഗ് അങ്ങനെയുള്ള എന്ത് കണ്ടീഷനും ഫോഗ് ലൈറ്റ് ഓൺ ചെയ്യാം, ബട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിം ലൈറ്റ് തന്നെ യൂസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ പോയിന്റുകൾ ഈ വെഹിക്കിൾ ലൈറ്റിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം 32nd നോക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഓഫ് ട്രാക്ടർ ആൻഡ് ഗുഡ്സ് വെഹിക്കിളും ട്രാക്ടേഴ്സും യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഡ്രൈവിംഗ് ട്രാക്ടറിൻ്റെ ഡ്രൈവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ആ ക്യാബിനിൽ ആരെയും അലോ ചെയ്യാൻ പാടില്ല. അതേസമയം ഗുഡ്സ് വെഹിക്കിൾ ഓട്ടിക്കുന്ന ഡ്രൈവർ ആണെങ്കിൽ അവരെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് ഓഫ് പീപ്പിൾസിനെ പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ അവരെ കാശ് മേടിച്ചിട്ട് അവർ ട്രാൻസ്പോർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 33ാമത് റെഗുലേഷൻ എന്ന് പറയുന്നത് ലൈൻ സ്പ്ലിറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അന്നേരം അതിൽ പറയുന്ന ഒരു അർബൻ ഏരിയയിലുള്ള റോഡ്സിൽ മാക്സിമം അലോക്കേറ്റ് ചെയ്താക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആണ്. അന്നേരം അവിടെ തന്നെ പല വെഹിക്കിൾസിന്, 2 വീലേഴ്സിന്, 3 വീലേഴ്സിന്, 4 വീലേഴ്സിന് എല്ലാവർക്കും ഓരോരോ സ്പീഡ് റേഞ്ച് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നേരം അവിടെ മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിലും അതർ വെഹിക്കിൾസ് ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ സ്പീഡ് ലിമിറ്റുകൾ തമ്മിൽ ഒരു 15 km/h വ്യത്യാസം പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. വളരെ ചുരുക്കം കാര്യങ്ങളാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. ഇൻഡീപ്പായിട്ട് നമുക്ക് വായിച്ച് നോക്കി എക്സാമിന് വേണ്ടി ഇൻഡീപ്പായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ റെഗുലേഷനും പഠിക്കേണ്ടതായിട്ടുണ്ട്. 34th റെഗുലേഷൻ പറയുന്നത് റെസ്ട്രിക്ഷൻ ടു ക്യാരേജ് ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്, ഫ്ലെയിമബിൾ ആയിട്ടുള്ളത് അല്ല എക്സ്പ്ലോസീവ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള അതർ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ഒരിക്കലും ഒരു പബ്ലിക് വെഹിക്കിൾസിൽ ഒരു ഡ്രൈവർ അലോ ചെയ്യരുത്. അതിൽ എക്സംഷൻ തന്നാക്കുന്നത് വണ്ടിയുടെ ഫ്യൂവലും ലൂബ്രിക്കൻസിനും മാത്രമാണ്. വേറെ ഒരു കാര്യങ്ങളും ഇതണക്ക് പബ്ലിക് വെഹിക്കിൾസിൽ അലോ ചെയ്യരുത് എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 35th റെഗുലേഷൻ നോക്കുകയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് ലോഡ്, ഫോർ എക്സാമ്പിൾ ഏതൊരു വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിന് പർട്ടിക്കുലർ ആയിട്ടൊരു ബോഡി സൈസ് കാര്യങ്ങൾ, ഗുഡ്സ് കയറ്റുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അതിൻ്റെ ഇത്ര വരെ ലോഡ് ചെയ്യാവുള്ളൂ എന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്ര ലെങ്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുള്ളൂ. അന്നേരം അതല്ലാതെ ചെയ്യുവാണെങ്കിൽ അത് ബാക്കിയുള്ള റോഡ് യൂസേഴ്സിനെല്ലാം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു എക്സീഡ് ചെയ്യരുത് ആ ഹൈറ്റും ലെങ്തും, അങ്ങനെ അതിൻ്റെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ വെയിറ്റ്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അതൊന്നും എക്സീഡ് ചെയ്യരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു റെഗുലേഷനിൽ പറയുന്നുണ്ട്. 36th പോവാണ് രജിസ്ട്രേഷൻ പ്ലേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊരു വെഹിക്കിൾ ആണെങ്കിലും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ അതിന് രജിസ്ട്രേഷൻ പ്ലേറ്റ്, നമുക്ക് നമ്പർ പ്ലേറ്റ് നിർബന്ധമാണ്. അത് ഫ്രണ്ടിലും റിയറിലും നിർബന്ധമായിട്ട് വേണം. അതിൽ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോം HUID ആയിട്ടുള്ള ഹൈ ഡെഫിനിഷൻ നമ്പർ പ്ലേറ്റ്സ് ആണ് ഇപ്പം പ്രിഫർ ചെയ്യുന്ന MVD ഡിപ്പാർട്ട്മെന്റ്. സോ അതിൽ പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സിനൊക്കെ സൈസസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാം കറക്റ്റ് സൈസസ്, ലെറ്റേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ഇൻസ്ക്രൈബ് ചെയ്യുക. അത് ഹിഡൻ ആയിരിക്കാൻ പാടില്ല ഒരിക്കലും. ഓക്കെ, 37th റെഗുലേഷൻ പറയുന്നത് യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. അന്നേരം അത് നമുക്ക് തന്നെ അറിയാം, ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസോ മൊബൈൽ ടെലിഫോൺസോ അങ്ങനത്തെ ഒന്നും നമ്മൾ വൈൽ ഡ്രൈവിംഗ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ ഒരു ചെറിയ എക്സംഷൻ തന്നാക്കുന്നത് നാവിഗേഷൻ ഡിവൈസുകൾ, നമുക്ക് ഡാഷ്ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുള്ള നാവിഗേഷൻ ഡിവൈസുകൾ നമുക്ക് യൂസ് ചെയ്യാം വിതൗട്ട് ഡിസ്റ്റർബ് ബൈ ദി കോൺസെൻട്രേഷൻ ബൈ ദ ഡ്രൈവർ ഫ്രം ദ ഡ്രൈവിംഗ്. ഓക്കെ, അതിന് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ വേണമെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം. ഇനി ട്രെയിനിങ് സൂപ്പർവൈസേഴ്സോ അങ്ങനെയുള്ളവരൊന്നും ഡ്രൈവിംഗ് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 39th റെഗുലേഷൻ പറയുന്നത് 38th പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. ഏതൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, ഫിസിക്കലിയോ ഇലക്ട്രോണിക്കലിയോ ഫോമിലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം.
ഏതെങ്കിലും ഒരു അതോറിറ്റി, ഒരു യൂണിഫോംഡ് പേഴ്സൺ ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 6ഓളം ഡോക്യുമെന്റ്സ് ഏതൊരു വെഹിക്കിൾ ഓട്ടിക്കുന്ന ഒരാളും കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഓട്ടിക്കുന്ന ആളുടെ ലൈസൻസ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ടാക്സേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത് അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നാലാമത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അഞ്ചാമത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ആറാമത് PUCC, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഏതൊരു ഡ്രൈവറും ഈ ഒരു കാര്യങ്ങൾ സൂക്ഷിക്കണം. ഇതിനോടൊപ്പം തന്നെ ഹസാഡസ് ലൈസൻസ്, ഹസാഡസ് അല്ലെ ഡേഞ്ചറസ് ഗുഡ്സ് പോകുന്നവർ അതിൻ്റെ ലൈസൻസും അതിൻ്റെ ഡോക്യുമെന്റ്സും പ്രൊവൈഡ് ചെയ്യുക. അത് റൂൾ 132-ലും 133-ലും പറയുന്നുണ്ട്, മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് സെക്കൻഡ് ലാസ്റ്റ് റെഗുലേഷൻ 39th എന്ന് പറയുന്നത് പെഡസ്ട്രിയൽ ക്രോസിംഗ്, ഫുട് പാത്ത്, സൈക്കിൾ ട്രാക്കിനെ പറ്റികളാണ്. അന്നേരം അത് പറയുന്ന പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പെഡസ്ട്രിയൻസ് ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇൻവാലിഡ് ക്യാരേജോ അങ്ങനെയുള്ള വീൽ ചെയർ ബേസ് ചെയ്തിട്ട് പേഷ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുക, അവരെ അലോ ചെയ്യുക. ഫസ്റ്റ് അവർക്ക് പ്രിഫറൻസ് കൊടുക്കുക. ഫുട് പാത്തിൽ കൂടെ വണ്ടി ഓട്ടിക്കുക, സൈക്കിൾ ട്രാക്കിൽ കൂടെ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് റെഗുലേഷൻ ആണ് ദ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റോഡ്സ്, സയൻസ്, മാർക്കിംഗ്, ട്രാഫിക് സിഗ്നൽസ്, ദ ആക്ട് ആൻഡ് ദ റൂൾസ്. ഇങ്ങനെ ആക്ടിനെ പറ്റിയും റൂൾസിനെ പറ്റിയൊക്കെ ഒരു മിനിമം ധാരണ. ഇതിൽ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ലാസ്റ്റ് റെഗുലേഷൻ. ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞാൽ റോഡ് സയൻസ്, മാർക്കിംഗ് ആൻഡ് ട്രാഫിക് കൺട്രോൾ സിഗ്നൽസ് എല്ലാം പഠിക്കുക. കുറേ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ കുറേ 217ഓളം സെക്ഷനുകൾ ഉണ്ടെങ്കിലും ഒരു 10-15 സെക്ഷൻ എങ്കിലും മിനിമം ഒരു 10-15ഓളം സെക്ഷൻ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 19, സെക്ഷൻ 112 എന്ന് പറയുന്നത് 112 എന്ന് പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റിനെ പറ്റിയിട്ടാണ്. 113 ഉണ്ട്, ലിമിറ്റ് ഓഫ് വെയിറ്റ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് യൂസസ്. അങ്ങനെ പല കാര്യങ്ങൾ. 134 ഉണ്ട്. അങ്ങനെ പല സെക്ഷൻസ് കൊടുക്കും. 185 ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൻ്റെ. 186 മെന്റലി ഓർ ഫിസിക്കലി അൺഫിറ്റ് ആയിട്ടുള്ളവരെ ഡ്രൈവ് ചെയ്യരുത് എന്ന് പറയുന്നത്, അതിൻ്റെ പെനാൽറ്റീസിനെ പറ്റി പറയുന്നത്. ഓക്കെ, അന്നേരം ആക്സിഡന്റ് ബേസ് ചെയ്തുള്ള പെനാൽറ്റീസ് 187. അങ്ങനെ കുറേ സെക്ഷനുകളെ പറ്റി പറയുന്നുണ്ട്. മൂന്നാമത്തെ സെക്ഷൻ പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡ്രൈവർ. പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവർ റിപ്പോർട്ട് ചെയ്യേണ്ട എപ്പോഴാണ് ആക്സിഡന്റിനെ ബേസ് ചെയ്തിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂന്നാമത് പറയുന്നത്. ന്യൂസൻസ് ആയിട്ട് ഡേഞ്ചറസ് രീതിയിൽ വണ്ടി ഓട്ടിക്കുന്ന ആൾക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നൊക്കെ തേർഡ് പോർഷനിൽ പറയുന്നുണ്ട്. ഇനി നാലാമത്തെ പ്രൊവിഷനാണ് ഒരു ഗവൺമെന്റ് ഗസറ്റിൽ 21 ജാനുവരി 2016 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഗസറ്റിൽ നമ്മളെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹൈവേ അതോറിറ്റി എല്ലാം കൂടെ ഗസറ്റിൽ ഒരു സാധനം പബ്ലിഷ് ചെയ്യുന്നത് ഗുഡ് സാമ്രദാനെ പറ്റിയിട്ട്. എന്തിനാണ് ഈ ഗുഡ് സാമ്രദാൻ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്ന് വെച്ചാൽ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ബൈസ്റ്റാൻഡറായിട്ട് വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ വഴിയിലരികിൽ ആക്സിഡൻ്റായിട്ട് കിടക്കുന്ന ആളെ എടുത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും സെക്ഷൻസ് അല്ല, ഇത്രയും റെഗുലേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ റെഗുലേഷനെ പറ്റി ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ആൻസേഴ്സ് ചെയ്യാൻ പറ്റൂ. കഴിഞ്ഞ തവണ കഴിഞ്ഞ എക്സാമിൽ ആക്ടിനെയും കാട്ടി കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഈ റെഗുലേഷൻസിൽ നിന്നാണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നല്ല ഈസിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആണ്. അതിൽ തന്നെ ഉള്ള ഒരു 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് MCQ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ 2023 നടന്ന ജൂണിൽ നടന്ന AMV എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് ഓഫ് വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ഓൺ ഹൈവേസ് ആൻഡ് മേജർ റോഡ്സ്, reflective warning triangle shall be placed at a distance dash behind the breakdown vehicle. എത്ര ഡിസ്റ്റൻസ് പിറകിലാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള വാർണിംഗ് ട്രയാങ്കിൾ പ്ലേസ് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 10 മീറ്റർ, ഓപ്ഷൻ B 20 മീറ്റർ, ഓപ്ഷൻ C 30 മീറ്റർ, ഓപ്ഷൻ D 50 മീറ്റർ. ഇത് റോഡ് റെഗുലേഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ D 50 meter is the right answer. Okay. So second MCQ നോക്കാം. The priority within the category of emergency vehicle shall be as follows.
ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, ആംബുലൻസ്, ഫയർ സർവീസ് വെഹിക്കിൾസ്, പോലീസ് സർവീസ് വെഹിക്കിൾസ്. ഓപ്ഷൻ ബി ഫയർ സർവീസ് വെഹിക്കിൾസ്, ദെൻ പോലീസ് വെഹിക്കിൾ, ആംബുലൻസ്. ഓപ്ഷൻ സി ഫയർ സർവീസ് വെഹിക്കിൾ, ആംബുലൻസ് ആൻഡ് ഓക്കെ. അന്നേരം ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമ്മൾ 27ാമത്തെ റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനായിരുന്നു? ഫയർ സർവീസ് വെഹിക്കിൾ. സെക്കൻഡ് പ്രയോറിറ്റി ആംബുലൻസിനാണ്. തേർഡ് പ്രയോറിറ്റി ആണ് പോലീസ് സർവീസ് വെഹിക്കിൾ. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് MB എക്സാമിന് ചോദിച്ചാണ്. ദ മീനിങ് ഓഫ് ദ വേർഡ് ട്രാഫിക് ഈസ് ഓപ്ഷൻ എ വെഹിക്കിൾ ഓഫ് എവറി ഡിസ്ക്രിപ്ഷൻ, പെഡസ്ട്രിയൻസ്, ഹെഡ്ജ് ആനിമൽസ്, ഇൻക്ലൂഡ് ഓൾ ഓഫ് ദി അബോവ്. ഈ ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതിൽ ഈ എല്ലാ കാറ്റഗറിയും പെടും. വെഹിക്കിൾസ് ആണെങ്കിലും പെഡസ്ട്രിയൻസ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും എല്ലാം ട്രാഫിക്കിൽ പെടുന്നതാണ്. സോ ഇൻക്ലൂഡ് ഓൾ ദി അബോവ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് പറയുന്നത്. Moving to the fourth MCQ, the driver shall switch on the fog light headlamps only when the visibility is considerably affected due to fog, dust, then rain or snow, and to be used along with. അന്നേരം ഈ സ്നോയോ എന്തെങ്കിലും ഫോഗോ റെയിനോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഫോഗ് ലാമ്പ് യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ഹെഡ് ലാമ്പ് ഡിപ്ഡ് ഹെഡ് ലാമ്പ് ആണോ, ഹൈ ബീം ആണോ, എക്സ്ട്രാ ലൈറ്റ് ആണോ, സ്പോട്ട് ലൈറ്റ് ആണോ, ഏതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും റെഗുലേഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു ലൈറ്റിന്റെ യൂസേജ് പറഞ്ഞിട്ടുണ്ട്. ഡിപ്ഡ് ഹെഡ് ലാമ്പ് ആണ് എപ്പോഴും ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. സോ നമുക്കൊരു ലാസ്റ്റ് MCQയിലോട്ട് നോക്കാം. The vehicle may be overtaken from the left if ലെഫ്റ്റിൽ കൂടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ the vehicle which is to be overtaken and the vehicle which is to be overtaken are both driven in a multi-line road and the vehicle ahead can be safely overtaken in the marked line to the left of the vehicle being overtaken. ഓക്കെ, അന്നേരം മൾട്ടി ലൈനിൽ പോകുന്ന രണ്ട് വെഹിക്കിൾസ് അവർ ലെഫ്റ്റിൽ കൂടെ സേഫ് ആയിട്ടുള്ള ലൈൻ ക്ലിയർ ആണ് എങ്കിൽ അതിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ദ വെഹിക്കിൾ ക്യാൻ ബി ഓവർടേക്ക് ഇൻ എയ്തർ ടേണിംഗ് റൈറ്റ് ഓർ മേക്കിംഗ് എ U-turn from the center of the road is given a signal to turn and it would be safe to overtake it from the left. എന്ന് വെച്ചാൽ U-turn റൈറ്റിലോട്ട് തിരിയുന്നവർ ആ U-turn തിരിയുവാണ് അല്ലെ റൈറ്റ് ടേൺ എടുക്കുവാണെന്നുള്ള സിഗ്നൽ തന്ന് പക്ഷേ ലെഫ്റ്റിൽ സേഫ് ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? ദ വെഹിക്കിൾ മേ ബി ഓവർടേക്ക് ഈസ് സ്റ്റേഷനറി ആൻഡ് ഇറ്റ് ഈസ് സേഫ് ടു പാസ് ഫ്രം ദ ലെഫ്റ്റ്. സ്റ്റേഷനറി ആയിട്ട് ഒരു വണ്ടി കിടക്കുകയാണെങ്കിൽ, അപകടത്തിൽ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യാമോ? ലാസ്റ്റ് ഓപ്ഷൻ ഇൻ ഓൾ ദി എബോവ് സർക്കംസ്റ്റൻസ്. ഇപ്പം നമ്മൾ ഈ വായിച്ച എല്ലാ സിറ്റുവേഷൻസും ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യാം. ഇത് റെഗുലേഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. സോ താങ്ക് യു ഫോർ ഹിയറിംഗ് ദിസ് ക്ലാസ്.